ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. വെള്ളിയാഴ്ച ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒക്കെ ക്ലോസ് ആയിരുന്നു. ദുഃഖവെള്ളിയുടെ ഹോളിഡേ ആയിരുന്നു. US മാർക്കറ്റ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡൗ ജോൺസ് ഒരു വലിയൊരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 527 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&Pയും നസ്ഡാക്കും ഒക്കെ ഒരു ഫ്ലാറ്റ് ടോപ്പ് ക്ലോസിംഗ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 95 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. മൺഡേ മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ മിക്കവാറും മാർക്കറ്റ് അവിടെ വ്യാഴാഴ്ച ക്ലോസിംഗ് വന്ന ഭാഗത്ത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് ആദ്യം വിക്സ് നോക്കാം. ഇന്ത്യ വിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയ്യേഴ്സിന് എന്തായാലും വിക്സ് ഒരു 12 to 14 വന്നു കഴിഞ്ഞാൽ മാത്രമേ ബയ്യേഴ്സിന് പഴയ പ്രീമിയത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയം ഹൈ ആയിരിക്കും, പക്ഷേ അവിടെ ടൈം ഡീക്കെ വളരെ കൂടുതലായിരിക്കും. സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. നമുക്ക് ഏകദേശം 23 വരെ പോയിട്ടാണ് ഇപ്പം 15 എത്തിയിട്ടുണ്ട്. അപ്പം ഈ ആഴ്ച കൊണ്ട് വീണ്ടും നോർമലാകും, ഈ ഒരു റേഞ്ചിലോട്ട് എത്തും. 13, 13നും 14നും ഇടയ്ക്കോട്ട് വിക്സ് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് പഴയതുപോലെ വീണ്ടും പ്രീമിയം ഒരു നോർമൽ പ്രീമിയം ആവും, ഈക്വൽ ആവും. ബയ്യേഴ്സിനും സെല്ലേഴ്സിനും ഒരുപോലെ അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആകാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റി വളരെ പെട്ടെന്നാണ് മാർക്കറ്റ് റിക്കവർ ആയത് അല്ലേ. ഏകദേശം 21,764 23,881 വളരെ പെട്ടെന്നാണ് മാർക്കറ്റ് കയറി വന്നിരിക്കുന്നത്. അപ്പോഴും 3 ഗ്യാപ്പുകൾ ഇട്ടിട്ടാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു ക്യാൻഡിലുകളെല്ലാം സ്ട്രോങ് ആണെങ്കിലും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല ഇത്. കാരണം വളരെ ഫാസ്റ്റായിട്ട് കയറിപ്പോയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു റീടെസ്റ്റിങ്ങിന് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഗ്യാപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്യാപ്പാണ്. ഈ ഒരു ഗ്യാപ്പും ഈ ഒരു ട്രെൻഡ് ലൈനും നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ നേരത്തെ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റ് വീണ്ടും ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യത ഉണ്ട് എങ്കിലും മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഹൈ, ഈ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈയിൽ മാർക്കറ്റ് വ്യാഴാഴ്ച അവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. അവിടെ ഒരു സൈഡ് വൈസ്, എനിക്ക് തോന്നുന്നു അവസാനത്തെ അരമണിക്കൂർ സൈഡ് വൈസ് ആയിരുന്നു, പക്ഷെ അവിടെ ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യത കുറവാണ്. അടുത്തൊരു റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതായത് ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടി വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 24,100 24,280. അതായത് ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം മാർക്കറ്റിൽ. ഇവിടെ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,100 24,280 ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു റീട്രേസ്മെൻറ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ 22,935 23,000 ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗ്യാപ്പിൻ്റെ തൊട്ട് താഴെയും പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു ലെവലുമായിരിക്കും അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. 22,692 22,985 മാർക്കറ്റ് അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ്
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു താഴോട്ടൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. അടുത്ത് ഒരു ഹൈ 24,100 250 ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഇതുവരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ല, ഇവിടുന്ന് എന്തായാലും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഹൈ 24,100 24,250 തന്നെയാണ്. അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് സെൻസെക്സിലോട്ട് പോകാം. സെൻസെക്സിലും നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഹൈയിൽ മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. 80,012 80,518 അവിടെ ആയിരിക്കും നിഫ്റ്റി സെൻസെക്സിലും അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. അത് കഴിഞ്ഞാൽ റീട്രേസ്മെൻറ്റിന് വരാൻ സാധ്യതയുള്ള ലെവലെന്ന് പറയുന്നത് ഇതാണ് 74,856 75,802 വരുന്ന ഈ ഒരു ഏരിയയിലോട്ട് റീട്രേസ്മെൻറ്റിന് സെൻസെക്സും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് 75 മിനിറ്റ്സ് ഇതിൽ ലോവർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയപ്പോഴും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് തന്നെയാണ്. ലോവർ ടൈം ഫ്രെയിം ഞാനിവിടെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് സെൻസെക്സിന് ഇട്ടിട്ടുള്ളത്. ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുക. അവിടെ നിന്നൊരു റിജക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. എപ്പോഴെങ്കിലും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ഫോളിലോട്ട് വരും. ആ ഫോളായിരിക്കും ഡേ ക്യാൻഡിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു റീട്രേസ്മെൻറ്റ് ലെവലിൽ വരുന്നത് 74,886 75,806 സെൻസെക്സ് വരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലും സെയിം പാറ്റേൺ തന്നെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. നിഫ്റ്റിയിലും ഈ ഒരു പാറ്റേൺ ഇവിടെ നിന്ന് ഒരു ഹയർ ലോയും ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെയും ഈ ഒരു ട്രെൻഡ് ലൈൻ മുകളിലോട്ട് പോകുന്ന ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ബുള്ളിഷിലോട്ട് പോകും. റിജക്ഷൻ വന്ന് ഇവിടെ നിന്ന് തിരിച്ച് കയറാം. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും ഒരു ഫോളിലോട്ട് പോകും. നിഫ്റ്റി ഫോളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ തന്നെയായിരിക്കും റീട്രേസ്മെൻറ്റിന് വരിക. 22,692 22,295 അതായത് 23,000 വരുന്ന ആ ഒരു റേഞ്ചിലോട്ട് നിഫ്റ്റി ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട്. ഇത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ നോക്കുക. ചാർട്ട് പാറ്റേൺ അല്ല, ഒരു പ്രൈസ് ആക്ഷനാണ്. ഇത് നോക്കുക. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഒരു വലിയ കറക്ഷനിലോട്ട് പോകാൻ സാധ്യത കുറവാണ്. മാർക്കറ്റിൽ കറക്ഷൻ്റെ സമയം കഴിഞ്ഞു. മാർക്കറ്റ് ഒരു റിവേഴ്സ് അപ് ട്രെൻഡിൽ തന്നെയാണുള്ളത്. മാർക്കറ്റ് എപ്പോഴും അപ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലാണെങ്കിൽ പോലും മാർക്കറ്റ് എപ്പോഴും ഹയർ ഹൈയോ അല്ലെങ്കിൽ ലോവർ ഹൈയോ എടുത്തെടുത്ത് തന്നെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റിയിൽ വരുന്നത് നിഫ്റ്റിയിൽ വൈഡ് CPR ആണ് വരുന്നത്. ഏകദേശം വലിയ റേഞ്ചാണ്. 23,584 തൊട്ട് 764 വരയ്ക്കും ഏകദേശം 200 പോയിൻ്റ് അടുപ്പിച്ചിട്ടുള്ള വൈഡ് CPR ആണ് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കുക, ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഇതിന് ഉള്ളിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടി മാർക്കറ്റ് വീണ്ടും ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് അവസാനത്തെ ഏകദേശം 1 മണിക്കൂർ സൈഡ് വേസ് പോയ ഏരിയയാണ്. മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് 23,846 23,870 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അടുത്ത ടാർഗറ്റ് വരുന്നത് വലിയ ടാർഗറ്റാണ് 24,100 24,048.
ഇത് വലിയ ടാർഗറ്റാണ്, ഏകദേശം 150 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ലെവൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ തരാം, അവിടെ എവിടെയാണ് ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇത് പിവറ്റ് അനുസരിച്ച് വലിയൊരു ടാർഗറ്റാണ് 150 പോയിൻറ്റ്. ഇവിടെ നിന്ന് പ്രോപ്പർ ബ്രേക്കൗട്ട് കിട്ടി റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറണം. എപ്പോഴും ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടി റീടെസ്റ്റ് ചെയ്ത് കയറുന്ന മാർക്കറ്റിന് നല്ലൊരു ഹെൽത്തി മാർക്കറ്റായിരിക്കും. ഇവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്തില്ല മാർക്കറ്റ്, ഒരു റിവേഴ്സ് സിഗ്നൽ എപ്പോഴെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിലോ 15 മിനിറ്റിലോ ഒരു റിവേഴ്സ് പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPR-ലോട്ട് മാർക്കറ്റ് വരാം. CPR-ൻ്റെ ലെവൽ വലിയ ലെവലാണ്, 23,764 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് 23,695, 23,674. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിന് സാധ്യതയുണ്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് നോക്കുക. 23,556, 23,535, മിക്കവാറും ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിലനിൽക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. നമുക്ക് സെൻസെക്സിലോട്ട് പോകാം. സെൻസെക്സിലും വൈഡ് CPR ആണ്. 77,646, 78,253 വരെയാണ്. ഏകദേശം 350, 600 പോയിൻറ്റിൻ്റെ CPR ആണ് സെൻസെക്സിലുള്ളത്. നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ സെൻസെക്സിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടി ഇവിടെ സൈഡ് വേസ് പോവുകയാണെന്നുണ്ടെങ്കിൽ 78,502, 78,581 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 79,997, 79,227 ടാർഗറ്റ് വയ്ക്കാം. അല്ല ഇവിടെ നിന്നൊരു റിവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ 77,940, 78,026 താഴോട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തന്നെ നോക്കണം ക്ലോസിങ്. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വോളറ്റാലിറ്റി ക്യാൻഡിലായിരിക്കും. ആദ്യത്തെ ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ മാറണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് നോക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ലെവലാണ് നോക്കേണ്ടത്. ഇതിന് മുകളിലാണോ താഴെയാണോ എവിടെയാണ് ക്ലോസിങ് വരുന്നത് എന്നുള്ളത്. ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എങ്ങാനും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റീടെസ്റ്റിന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിന്നൊരു റീടെസ്റ്റിന് വരുന്ന സമയത്ത് ഒരു റിവേഴ്സ് സിഗ്നൽ മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബൈ ചെയ്യാം. അല്ല താഴോട്ട് ബ്രേക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്ലോസിങ് നിഫ്റ്റിയിലും സെൻസെക്സിലും നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ തരാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.